ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി റെഡ് ചില്ലി പാസ്ത. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പെന്നെ പാസ്തയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഏത് പാസ്തയാണെങ്കിലും കുഴപ്പമില്ല, ഇതെനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗളിനാണ്. ഇപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കിതിന് മാറ്റം വരുത്താം. ഇനി നമുക്ക് ഞാനൊരു 2 കപ്പോളം വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് സൺഫ്ലവർ ഓയിൽ, വേറെ എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബൗള് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഓരോ പാസ്തയുടെയും വേവിന് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് അതിൻ്റെ കവറിൻ്റെ ബാക്കിൽ തന്നെ അതിന് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളൊന്ന് നോക്കണേ. ഞാനിതിപ്പോൾ ഒരു 10-15 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. ഈ പാസ്ത വേവുന്നത് നമുക്കത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം. എന്നിട്ട് നമുക്ക് ഈ പാസ്ത ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയില്ലാത്ത ഏത് ഓയിലും നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ഇതിൽ ഞാൻ ഗ്രീൻ ചില്ലി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുക. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള, വെളുത്തുള്ളി ഇതിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സെയിം പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലൊരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഈ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പാല്, ഞാനിവിടെ ഒരു 1.5 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട്. ഈ മൈദയുടെ കട്ട ഒട്ടും പാടില്ല. അത് നന്നായിട്ട് ഈ പാലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉടഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ സോട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ്, ഇതിൽ നമുക്ക് കോൺ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഇത് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാള മിക്സ് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെജിറ്റബിൾസും നമുക്കൊന്ന് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടണേ. ഇത് നമുക്കിങ്ങനെ ഒരു മിനിറ്റോളം നമുക്കൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ചീസാണ്. ഞാനിവിടെ ക്യൂബ് ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസ് എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ചീസും നന്നായിട്ട് ഇതിലൊന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ഈ മിക്സിലേക്ക് ഈ പാസ്ത ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മിക്സ് ഫുള്ളും ഈ പാസ്തയിൽ ഒന്ന് പൊതിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പാസ്ത ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.